Chapter 1 E-Time Track Lite 12.0 ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ. ഏതൊരു ആപ്ലിക്കേഷനും അവരുടെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള സൈറ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ടാകും. സിമ്പിളായി ഡൗൺലോഡ് ചെയ്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് അത് എക്സ്ട്രാക്റ്റ് ചെയ്യുക. 7-zip അങ്ങനെ പല ടൂൾസ് ഉണ്ട് എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട്. സിപ്പ് ഫോർമാറ്റിലായിരിക്കും അത് കിടക്കുന്നത്. അത് എക്സ്ട്രാക്ട് ചെയ്തതിന് ശേഷം ആപ്ലിക്കേഷൻ ഇൻസ്റ്റലേഷൻ പ്രോസസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ജനറലി നോർമൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന സെയിം മെത്തേഡ്സ് യൂസ് ചെയ്യാം. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ബൈ ഡിഫോൾട്ട് OS ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് C ഡ്രൈവിലായിരിക്കും. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ C ഡ്രൈവ് സെലക്ട് ചെയ്യരുത്. D ഡ്രൈവിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വേറെ സെപ്പറേറ്റ് ഡ്രൈവിൽ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് അതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നതായിരിക്കും എപ്പോഴും അഭികാമ്യം. ഏതെങ്കിലും കാരണവശാൽ ഫോർമാറ്റ് ചെയ്യുവാണെങ്കിൽ ഈ C ഡ്രൈവ് ആയിരിക്കും ആദ്യം ഫോർമാറ്റ് ചെയ്യുന്നത്. മറ്റുള്ള ഡ്രൈവേഴ്സ് ഫ്രീ ആക്കി വിടും. അപ്പോൾ ആ പ്രശ്നം ഒഴിവാക്കാനായിട്ടും നമുക്ക് ബാക്കപ്പ് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. വീഡിയോയിൽ കാണുന്ന പോലെ നെക്സ്റ്റ് മുന്നോട്ട് പോയി അത് ഇൻസ്റ്റലേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നതാണ്. ഇൻസ്റ്റലേഷൻ്റെ ഈ ലെവലിൽ വരുമ്പോൾ 4 ഓപ്ഷൻസ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഒന്ന് ബേസിക് ആയിട്ടുള്ള E-Time Track Liteൻ്റെ ആപ്ലിക്കേഷൻ, രണ്ടാമത് ePay ട്രാക്ക്, മൂന്നാമത് വിസിറ്റർ ട്രാക്ക്, നാലാമത് ഓൺലൈൻ ഡൗൺലോഡർ. ഇതൊരു ട്യൂട്ടോറിയൽ വീഡിയോ ആയതുകൊണ്ട് ഞാൻ 4 സെലക്ട് ചെയ്യുന്നുണ്ട്. ഓരോ സബ്ജക്റ്റിനെ പറ്റിയും നമുക്ക് സെപ്പറേറ്റ് ക്ലാസ്സുകളായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ അതിൻ്റെ സബ് വീഡിയോസിൽ ഇതിനെപ്പറ്റിയുള്ള ഡിസ്ക്രിപ്ഷൻസ് കൊടുക്കാം. ശരിക്കും ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഇൻസ്റ്റാളേഷൻ പ്രൊസീജിയർ വളരെ സിമ്പിളാണ്. ജസ്റ്റ് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ വായിക്കുക, നെക്സ്റ്റ് അടിക്കുക. ഇതിൻ്റെ ഒരു ചലഞ്ചിങ് പാർട്ട് വരുന്നതെന്ന് പറയുന്നത് ആഫ്റ്റർ ഇൻസ്റ്റാളേഷനാണ്. പിന്നെ ഡാറ്റാബേസ് MS Access ആയതുകൊണ്ട് അത് അപ്ഗ്രേഡഡ് വേർഷൻ വേണം എന്നുള്ള രീതിയിൽ അതിൻ്റെ പെർമിഷൻ ചോദിക്കുന്നുണ്ട്. അതും സെലക്ട് ചെയ്ത് കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക. ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും അതിൻ്റെ ബണ്ടിലിൽ തന്നെയുണ്ട്. അങ്ങനെ ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. ഡെസ്ക്ടോപ്പിൽ ഇതിൻ്റെ ഒരു ഐക്കൺ വന്നിട്ടുണ്ടാകും. അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഓപ്പണായി വരും. ഈ ആപ്ലിക്കേഷൻ്റെ ഡിഫോൾട്ട് യൂസർ നെയിം പാസ്വേഡ് ESSL എന്നാണ്. യൂസർ നെയിം ESSL, പാസ്വേഡ് ESSL. വൺസ് അത് ലോഗിൻ ചെയ്തതിന് ശേഷം നമുക്ക് ചേഞ്ച് ചെയ്യാം. പിന്നെ ഇതിൻ്റെ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ലൈസൻസ് ആണ്. ലൈസൻസ് എങ്ങനെ എടുക്കേണ്ടതെന്നുള്ളത് നെക്സ്റ്റ് ചാപ്റ്ററിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം.